കമ്പയറിങ് ടു അതർ പാർട്സ് വലിയ ഹൊററൊന്നും ഇല്ലായിരുന്നു. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. വലിയ എക്സ്പെക്ടേഷനുമായിട്ട് വരേണ്ട ആവശ്യമില്ലാത്തൊരു പടമാണ്. അതിൻ്റെ എഫക്റ്റ് ഒക്കെ കാരണം കുറച്ചൊക്കെ സീൻസ് മാത്രമേ പേടിക്കുള്ളൂ, ബാക്കിയൊന്നും അധികം പേടിക്കത്തില്ല. തിയേറ്റർ എടുത്തു പറയാനായിട്ട് പഴയതുപോലൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും കൂടുതൽ നമുക്ക് കണ്ടിരിക്കാം. പേടിക്കാനൊക്കെ സ്ലോ ഫേസ് ആണ്, പക്ഷെ അത് ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാം. ഏതാ ഫൈനൽ മൂവി ആയിരുന്നു അങ്ങനെയാണ് പറയുന്നത്, നമുക്കറിയില്ല. രണ്ടും ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ഫാദർ ആൻഡ് സണ്ണിൻ്റെ. ഡയറക്ടർ മാറിയെന്നുള്ള ഒന്നാമത്തെ കാരണം. ജെയിംസ് വാൻ്റെ പടമല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇയാളുടെ ഡെബ്യൂ പടമല്ലേ, അതിൻ്റെ ഒരു കുറവ് നല്ലോണം കാണാനുണ്ട്. ആവറേജ് ആയിരുന്നു. കുറേ ചീപ്പായിട്ട് ജംപ് സ്കെയർസ് ഉണ്ടായിരുന്നു, അല്ലാതെ മീനിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലായിരുന്നു, കുഴപ്പമില്ല. എന്നാലും ഒത്തിരി ഹൊററായിട്ട് ഫീൽ ചെയ്തില്ല, കുഴപ്പമില്ല. ഒത്തിരി അധികം ഇല്ല, ആ തുടക്കത്തിൽ മാത്രം കുറച്ച്, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത്ര ഇല്ല. കുഴപ്പമില്ലടാ, ഫസ്റ്റ് 2 പാർട്ടിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ട് തോന്നി. ലൈക്ക് ഫസ്റ്റ് 2 പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം, അല്ലാതെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു പടം നല്ലൊരു പടം തന്നെയാണ്. പേടിക്കാനുണ്ട്. പക്ഷേ ക്ലൈമാക്സ് മാത്രമാണ് എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എനിക്ക്. ഉണ്ട് തിയേറ്റർ എക്സ്പീരിയൻസിന് ചെയ്യാനുണ്ട്. അപ്പോൾ തിയേറ്റർ വന്ന് കണ്ട എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയി. അല്ലല്ല, ഇത് ഫൈനൽ പാർട്ടായിട്ടാണ് കാണിച്ചത്. ഒരു ഫോളോ ഇതില്ലായിരുന്നു, ഫസ്റ്റ് 2 പാർട്ടിൻ്റെ അത് നോക്കുമ്പോൾ ഇല്ലായിരുന്നു. അത്യാവശ്യം